ദാ പിടിച്ചോ. ചേച്ചി പിടിക്കേ. എത്രയായി? 50. ഹായ് മായാവി അങ്കിൾ. മോനെ അമ്മേ, മായാവി അങ്കിൾ വന്നു. അമ്മേ. എന്താ മാധവ? എന്താ? എന്റെ ഹോസ്പിറ്റലിലെ ഫ്രണ്ടില്ലേ അമ്മ മായാവി? ദാ നമ്മുടെ മുറ്റത്ത് നിൽപ്പുണ്ട്. ഇവിടെയാ? എന്താ മോളെ? ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വാ അമ്മേ. എടാ മെല്ലെ മെല്ലെ വാ, വേഗം വാ. വീഴുന്നേ. പിടിച്ചോ. നിങ്ങളെ വീട് എവിടെ? ദാ കാണുന്നയാ. മോളെ ദാ വരുന്നമ്മേ. ശരി അങ്കിളെ. വാ. ഇതെങ്ങോട്ടാ നീ എന്നെ കൊണ്ടു? ദാ നിൽക്കുന്നു. മോനെ, അമ്മേ, അമ്മേ ഇവിടെ? എന്റെ പൊന്നു മോനെ, നീ എന്നെ അമ്മ എന്നൊന്ന് വിളിച്ചല്ലോ. എവിടായിരുന്നടാ നീ ഇത്രയും നാളും? ഇതെന്ത് കോലമാടാ? എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ ഒക്കുന്നില്ല. എവിടായിരുന്നടാ നീ ഇത്രയും നാളും? അമ്മേ, അമ്മ കരയണ്ട. ഞാൻ വന്നില്ലേ. ഇനിയിവിടെ ആരും കരയണ്ട. ഞാനെന്ന് പറഞ്ഞ മായാവില്ലേ, ഹോസ്പിറ്റലിലെ എന്റെ ഫ്രണ്ട്, അത് ഇയാളാ. ഇയാളോ? എന്റെ ഗുരുവായൂരപ്പ, സ്വന്തം കുഞ്ഞിന് അവന്റെ അച്ഛനെ പോലൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. എന്തൊരു പരീക്ഷണം എന്റെ ഭഗവാനെ. ഇത് നിന്റെ അച്ഛനാ മോനെ. അച്ഛനോ? അതെ, മോന്റെ സ്വന്തം അച്ഛൻ. മോനെ, മോന്റെ അച്ഛനാ ഞാൻ. ഇത് കണ്ടോ? മോന് വേണ്ടി അച്ഛൻ വാങ്ങിയതാ ഇതെല്ലാം. വാ, അടുത്തേക്ക് വാ. അച്ഛനൊരു ഉമ്മതാ. നീ ഇവിടെ നിന്നുകൊണ്ട് വാ വാന്ന് വിളിക്കാതെ കേറി അകത്തോട്ട് വാടാ. മലവണി, നിനക്ക് എന്നോട്
എന്തിനാടാ അനന്തു ഇങ്ങനെ കുന്തം വിഴുങ്ങിയത് പോലെ നിൽക്കുന്നത്? നിന്റെ മോനല്ലേടാ അത്? അവന്റെ അടുത്തേക്കൊന്ന് ചെല്ലടാ. മോനെ, മോനെ, മോന്റെ അച്ഛനാടാ ഞാൻ. മോനിങ് വാ. അമ്മേ, കണ്ടില്ല അമ്മ? ബലവണി, മതി. ഒരുപാട് വേദനകൾ നിങ്ങൾ എനിക്ക് തന്നു. ഒരുപാട് കരയിച്ചു. 1-2 ദിവസമല്ല, 7-8 വർഷങ്ങൾ. ഒരായുഷ്കാലം മുഴുവൻ ഞാൻ ചുമക്കേണ്ട ദുരിതങ്ങൾ ഈ കാലം കൊണ്ട് ഞാൻ ചുമന്ന് കഴിഞ്ഞു. അതിന്റെ ഓർമ്മകൾ പോലും ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മാത്രം ആരുടെയും കൺമുമ്പിൽ വരാതിരിക്കാനായി ഇത്രയും ദൂരത്തേക്ക് ഞാൻ പോകുന്നത്. അത് ജീവിക്കാനുള്ള ദാഹം കൊണ്ടൊന്നും അല്ല. ജനിച്ചു പോയതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ അനാഥനാക്കി ഉപേക്ഷിക്കാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ട്. ബലവണി, ഇല്ല, എന്റെ തെറ്റാ. ഒരിക്കലും ഞാൻ നിന്നോട് അങ്ങനെ. വേണ്ട, കുറ്റം ഏറ്റുപറച്ചിലിനും കുമ്പസാരത്തിനും ഒന്നും ഇനി ആരും മുതിരണ്ട. അത് കേൾക്കാൻ ഇവിടെ ആരുമില്ല. പക്ഷെ മോളെ, ഏത് വലിയ തെറ്റിനും ഒരു മാപ്പില്ലേന്ന് അല്ലേ അമ്മേ? അതല്ലേ അമ്മ ചോദിക്കാൻ ഉദ്ദേശിച്ചത്? മാപ്പ് തെറ്റ് ചെയ്യുന്നവർക്ക് പുരുഷന് പ്രത്യേകിച്ച് കിട്ടുന്ന ലൈസൻസ് ആണത്. അത് കയ്യിലുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ തെറ്റ് ചെയ്യാം. കൂടുതൽ ധൈര്യത്തോടെ, അഹന്തയോടെ, ആത്മവിശ്വാസത്തോടെ. ഒരു തെറ്റിന് ഒരു മാപ്പ്. അനുപാതം വളരെ ലളിതം. മോള് പറയുന്നത് അക്ഷരം പ്രതി സത്യമാണ്. അത്രയേറെ സങ്കടം മോൾ അനുഭവിച്ചതാണ്. അതത്രയും ഈ നിൽക്കുന്ന എന്റെ മോൻ കാരണമാ. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇവൻ തിരിച്ചു മോളുടെ അടുത്തേക്ക് തന്നെ വന്നില്ലേ? തെറ്റും കുറ്റവും എല്ലാം തിരിച്ചറിഞ്ഞ് ഇനിയെല്ലാം നേരെയാകുമെന്നും എന്റെ മോളുടെ ദുരിതങ്ങളൊക്കെ അവസാനിക്കുമെന്നും എന്റെ മനസ്സ് പറയുന്നുണ്ട് മോളെ. വിശ്വസിക്കരുതമ്മേ, വിശ്വസിക്കരുത് ആ മനസ്സിനെ. കാരണം ഒരിക്കൽ എന്റെ മനസ്സും ഇതേപോലെ എന്നോട് പറഞ്ഞിരുന്നു, എല്ലാം നേരെയാവുമെന്ന്. എന്റെ മേലെ ഈ മനുഷ്യൻ തെറിപ്പിച്ച അപവാദത്തിന്റെ ചെളി അത്രയും മാഞ്ഞു പോവുമെന്ന്. സ്വന്തം തെറ്റ് മനസ്സിലാക്കി എന്നെ ഏറ്റെടുക്കുമെന്ന്. ഒന്നും ഉണ്ടായില്ല, ഒന്നും. സ്വപ്നമായിരുന്നു എല്ലാം. ജീവിതം എന്താണെന്ന് പഠിക്കാത്ത ഒരു പെൺമനസ്സിന്റെ മണ്ടൻ സ്വപ്നം. പക്ഷേ ഇനി അത്തരം സ്വപ്നങ്ങൾ കാണാൻ ഞാൻ തയ്യാറല്ല. ജീവിക്കണം എനിക്ക്, എന്റെ മോന് വേണ്ടി. പുരുഷൻ തണലാവുമ്പോഴാ ഒരു സ്ത്രീയുടെ ജീവിതം സ്വർഗമാവുന്നത്. പക്ഷേ നിങ്ങൾ എനിക്ക് തന്നത് തണലല്ല, തീയാ. ബലവണി, ഒരിക്കൽ അനുഭവിച്ച ആ നരകത്തീയിലേക്ക് ഇനി ഞാനില്ല. എനിക്ക് വേണ്ട നിങ്ങളെ. അതുകൊണ്ട് അപേക്ഷിക്കുക, ഞാൻ ഉപദ്രവിക്കരുത്. ഞാനും എന്റെ കുട്ടി എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊയ്ക്കോട്ടെ.
അരുത്. എന്റെ മോന് വേണ്ടതൊക്കെ ഇവിടെയുണ്ട്, ഞാൻ കൊടുത്തോളാം. ഇതെടുത്തോണ്ട് പോ, എടുത്തോണ്ട് പോവാൻ. മക്കളെ സാരമില്ല. മോനെ അനന്തു, പോലട. എന്റെ മോൻ അച്ഛനില്ലാട്ടോ, എന്റെ മോൻ അമ്മ മാത്രമേ ഉള്ളൂ. എന്തായാലും നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ, സുഖമില്ലേ? അല്ല ഹരിയേട്ടാ, അനന്തു ബാലാമണിയുടെ അടുത്തേക്ക് പോയിട്ട് പിന്നെ കാര്യങ്ങൾ എന്തായെന്ന് അറിയാനുള്ള ആകാംക്ഷ അല്ലേ? അതെനിക്കും ഇല്ലാതില്ല. കണക്കുകൂട്ടലുകൾ പിഴയ്ക്കില്ല എന്ന പ്രതീക്ഷയില്ല ഞാനിപ്പോൾ. 6 വർഷം ഒരു വലിയ കാലയളവ് തന്നെയാണ്. പഴയ മുറിവുകൾ ബാലാമണിക്ക് മറക്കാൻ കഴിഞ്ഞെങ്കിൽ അനന്തുവിനവിടെ സ്വാഗതം ഉണ്ടാവും. ഇല്ലെങ്കിലോ? ബാലാമണി മറക്കാനും പൊറുക്കാനും തയ്യാറല്ലെങ്കിലോ? തൽക്കാലം അങ്ങനെ നെഗറ്റീവായിട്ട് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. മനസ്സാ കലങ്ങിയിരിക്കുക. എല്ലാം ഇവിടേക്ക് എത്തിപ്പെടാൻ ഒരു രൂപവുമില്ല. ഹരിയേട്ടൻ ബാലാമണിയുടെ വീട് വരെ ഒന്ന് ചെന്നാ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞ. അതിൻ്റെ ആവശ്യമുണ്ടോടാ? ഹരിയേട്ടാ, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ, പ്ലീസ്. ശരി, ഞാൻ ബാലാമണിയെ കാണാം. ഒരിക്കലും ശരിയായില്ല ബാലാമണി ചെയ്തേ. അനന്തു എങ്ങനെയാ ബാലാമണിയുടെ വീട് കണ്ടെത്തിയെന്നറിയോ? ആരാ അനന്തുവിനെ ഇവിടെ എത്തിച്ചെന്നറിയോ? ഞാൻ. ഡോക്ടറോ? അതെ, ഞാൻ തന്നെ. അപ്പോ എന്റെ വിശ്വാസങ്ങളൊക്കെ പിന്നെയും തെറ്റാണ്. മറ്റെല്ലാവരെയും പോലെ തന്നെ ഡോക്ടറും എന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും അനുകമ്പയൊക്കെ വെറും മുഖംമൂടിയാ. ഞാൻ അനുഭവിച്ച യാതനകളെല്ലാം വെറുതെ കേട്ട് രസിക്കാനും പിന്നെ മറക്കാനുമുള്ള നേരം കൊല്ലി കഥകൾ അല്ലേ ഡോക്ടറെ? എങ്കിലും ഇത്രയും ക്രൂരത വേണ്ടായിരുന്നു എന്നോട്. പറഞ്ഞു തീർന്നു. ഇനി എനിക്ക് സംസാരിക്കാലോ. കഴിഞ്ഞ വട്ടം എന്നെ കാണാൻ വന്നപ്പോ ബാലാമണി ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്തിനെ കുറിച്ചാണെന്നറിയോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇറ്റ് വാസ് അബൌട്ട് സൂയിസൈഡ്, ആത്മഹത്യയെ പറ്റി. ബാലാമണിയിലെ ഇപ്പോഴത്തെ ഈ രഹസ്യം ലീലാമ്മ കണ്ടുപിടിക്കുകയാണെങ്കിൽ മരിച്ചു കളയുമെന്നായിരുന്നു ബാലാമണി അന്നോട് പറഞ്ഞേ. എന്താ, ശരിയല്ലേ? അതെ. ബാലാമണി പറഞ്ഞ പോലെ ഞാൻ സഹതാപവും സ്നേഹവും ഒക്കെ മുഖം മൂടികളാക്കി കൊണ്ടുനടക്കുന്ന ഒരാളായതുകൊണ്ട് വേണമെങ്കിൽ എനിക്കിതിലൊന്നും ഇടപെടാതെ എൻ്റെ പ്രൊഫഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ എനിക്കത് തോന്നിയില്ല. ഞാൻ ഒരുപാട് ആലോചിച്ചു. ലീലാമ്മയുടെ മുന്നിൽ മാത്രമല്ല, ഈ സമൂഹത്തിന്റെ മുന്നിലും ബാലാമണിയുടെ പേര് ചീത്തയാവരുത്. ബാലാമണി ചെയ്യുന്ന ഈ ത്യാഗം തെറ്റിദ്ധരിക്കപ്പെടരുത്. എന്താ അതിനുള്ള വഴി? അപ്പോഴാ ഈശ്വരൻ അനന്തുവിന്റെ മുഖം എന്റെ മുന്നിലേക്ക് ഇട്ടുന്നത്. അനന്ത് തിരിച്ചെത്തിയാൽ സമൂഹത്തിലെ എല്ലാ സംശയങ്ങളുടെയും വായടയ്ക്കാമെന്ന് എനിക്ക് തോന്നി.
ഒരിക്കൽ ബാലാമണി അയാളുടെ ഭാര്യയായിരുന്നു. നിങ്ങൾ വേർപിരിഞ്ഞതൊക്കെ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ചരിത്രം അത് ഈ സമൂഹത്തിന് അറിയില്ല. മകന്റെ തിരിച്ചുവരവോടെ ബാലാമണിയുടെ വയറ്റിലെ കുഞ്ഞിനെ കുറിച്ച് ലീലാമ്മയ്ക്കും സംശയം ഉണ്ടാവില്ല. അതുകൊണ്ടാ അനന്തുവിനെ ഞാൻ ഇങ്ങോട്ട് അയച്ചേ. ഇതാണ് ബാലാമണിയോട് ഞാൻ ചെയ്ത ക്രൂരകൃത്യം. ഇതിന് ബാലാമണിക്ക് എന്നെ വേണമെങ്കിൽ ശപിക്കാം, ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കാം. പക്ഷേ ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എന്റെ പദ്ധതിയാകെ തകർത്ത് കളഞ്ഞില്ലേ ബാലാമണി? ഇറക്കി വിട്ടില്ലോ അനന്തുവിനെ? പക്ഷേ ഡോക്ടർ, ഒരു പാപത്തെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റൊരു പാപമല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. എത്രയോ ദിവസങ്ങളായ ബാലാമണി ഇത് മാത്രം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. മാധവന് വേണ്ടിയല്ലേ ബാലാമണി ത്യാഗത്തിന് സമ്മതിച്ച്? ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് മറ്റൊരു ജീവൻ ഉരുവാവാനായി സ്വന്തം ശരീരത്തിനുള്ളിൽ ഒരു അഭയകേന്ദ്രം നൽകി. ശാസ്ത്രം മനുഷ്യന് നൽകിയ ഒരു അനുഗ്രഹത്തിൽ ബാലാമണിയും പങ്കാളിയായി. അതല്ലേ സംഭവിച്ചേ? അങ്ങനെയല്ലേ ഇതിനെ കാണണ്ടേ? ശാരീരിക ബന്ധമില്ല. ആ പുരുഷൻ ആരാണെന്നോ എവിടെയാണെന്നോ ബാലാമണി അറിയുന്ന പോലുമില്ല. മനസ്സിന്റെ ഒരു അംശം പോലും അർപ്പിക്കാത്ത വെറും യാന്ത്രികമായ ഒരു പ്രവൃത്തി. അത്രയേ ഉള്ളൂ ഇത്. അങ്ങനെ മാത്രമേ ഇതിനെ കാണാവൂ. ബാലാമണി, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? പക്ഷേ അനന്തുവേട്ടൻ. എന്റെ മുന്നിൽ ഇപ്പൊ അനന്തുമില്ല, ബാലാമണി മാത്രമേ ഉള്ളൂ. ശാസ്ത്രവും അതിന്റെ അത്ഭുതകരമായ പ്രവർത്തികളൊന്നും സാധാരണ ജനത്തിന് ദഹിക്കില്ല. സമൂഹത്തിന്റെ ക്രൂരമ്പുകള് ബാലാമണിയെ മുറിപ്പെടുത്താതെ നോക്കിയേ പറ്റൂ എനിക്ക് ആസ് എ ഡോക്ടർ. അതിനുള്ള പരിചയം മാത്രം അനന്തു. ബാലാമണിയെ സംരക്ഷിക്കാനുള്ള പരിചയം. അതുകൊണ്ട് അനന്ത് ഇനിയും വന്നാൽ അയാളോട് ഇറങ്ങിപ്പോവാൻ ബാലാമണി പറയരുത്. പറയോ? മോനെ, അനന്തു, മോനെ. ഞാൻ നിങ്ങളുടെ മോനൊന്നുമല്ല, ഞാൻ ആരുമല്ല. എനിക്ക് അമ്മയും ഭാര്യയും മോനും ഒന്നുമില്ല. ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം ഒന്നും പറയല്ലേ മോനെ. നിനക്ക് എല്ലാരും ഉണ്ടടാ. എല്ലാവരും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഫുട്പാത്തിൽ ഇങ്ങനെ തേരാപാര നടക്കുന്നത്. എനിക്ക് ആരോടും ഒരു പരാതിയില്ല, ആഗ്രഹങ്ങളുമില്ല. തെറ്റിയതും ശിക്ഷ അനുഭവിക്കണം. ശിക്ഷിക്കപ്പെട്ടിരിക്കാൻ ഞാൻ ജീവപര്യന്തം. ഇങ്ങനെ നിരാശപ്പെടല്ലേ മോനെ. പാവോ ബാലാമണി. അവളോട് നീ ചെയ്ത് ഓർത്താൽ ഇങ്ങനെയൊന്നും അല്ല അവൾ പെരുമാറേണ്ടത്. നിനക്ക് പറ്റും അവളുടെ ദേഷ്യവും വെറുപ്പും ഒക്കെ മാറ്റാൻ. അതിനാദ്യം വേണ്ടത് നിന്റെ ഈ നശിച്ച കുടി നിർത്തണം. എന്നിട്ട് സ്നേഹമുള്ളൊരു ഭർത്താവാണെന്ന് അവളെ ബോധ്യപ്പെടുത്ത. എനിക്ക് പ്രതീക്ഷയില്ലമ്മേ. ബാലാമണിയുടെ മനസ്സിൽ എനിക്കിനി ഒരു സ്ഥാനമില്ല. അപ്പോ എന്താ ഇനി നിന്റെ ഭാവം? നിനക്ക് നിന്റെ മോനെ വേണ്ടേ? ബാലാമണിയില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ കുടിച്ചു നശിക്കാനാണോ നിന്റെ ഉദ്ദേശം? എങ്കിൽ പിന്നെ ദൈവത്തിന് പോലും നിന്നെ രക്ഷിക്കാൻ ഒക്കത്തില്ല. അമ്മേ,